കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മലയാള സാഹിത്യ മാതൃകകളുടെ എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റാണ് ദരിദ്രൻ്റെ ക്രിസ്മസ്. പച്ചവിരൽ ദയാബായിയുടേതാണ്. നമുക്ക് ദയാബായി എന്താണെന്ന് നോക്കാം. അവരുടെ അതിനു മുമ്പ് ആത്മകഥ നമുക്കറിയാം. ഒരു വ്യക്തി അവനെ കുറിച്ച് എഴുതുന്നതാണ് ആത്മകഥ. അതുപോലെ ആത്മകഥയിൽ സത്യങ്ങൾ, ജീവചരിത്രകാരന്മാരെ പോലെ സത്യങ്ങൾ മുഴുവനും വിളിച്ചു പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. 1949 പാലയിലെ പുവരണിയിൽ ദയാബായി ജനിച്ചു. മെഴ്സി മാത്യു എന്നാണ് ദയാബായിയുടെ യഥാർത്ഥ പേര്. കോട്ടയം ജില്ലയിലാണ് സ്കൂൾ പഠനകാലം ചെലവഴിച്ചത്. BSc, MSW, LLB ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഗാന്ധി പീസ് പ്രൈസ്, സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഗുഡ് സമിറ്റിൽ ദേശീയ അവാർഡ്, സിറ്റിസൺ ലെൻഡിലെ കേളി വുമൺ ഓഫ് ദി ഇയർ അവാർഡ്, അങ്ങനെ ഒത്തിരി അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ശക്തി അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1958 ബീഹാറിലെ ഹസാരിബാഗ് കോൺവെൻറ്റിൽ കന്യാസ്ത്രീയാവാൻ ചേർന്ന ദയാബായി പരിശീലനം പൂർത്തിയാവാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ 1965 കോൺവെൻറ്റിലെ ജീവിതം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങി. പിന്നീടുള്ള ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ബീഹാറിലെ ഗോത്ര ജനതയ്ക്കൊപ്പമായിരുന്നു. ദയാബായി ബീഹാറിലെ ഗോത്രവർഗ മേഖലയായ മഹോഡ ഗ്രാമത്തിൽ ഹൈസ്കൂളിൽ 1.5 വർഷക്കാല അധ്യാപികയായി പ്രവർത്തിച്ചു. പിന്നീട് തിരിച്ച് നാട്ടിലെത്തി നഴ്സിംഗ് പരിശീലിച്ച് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റബിളിയുടെ ബോംബെ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധത്തോടനുബന്ധിച്ച് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ബോംബെയിലെ ചേരി പ്രദേശങ്ങളിലെ പാർക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലും ഹരിയാനയിലുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാലത്ത് അവിടെ എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 1981 മുതൽ 1995 വരെ ഉള്ള കാലഘട്ടം തിൻസൈ എന്ന ഗോത്രവർഗ ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. 1995 മുതൽ ചിന്ദ്വാഡയിലെ ബറൂൾ ഗ്രാമത്തിൽ ജൈവകൃഷിയുടെയും ജലസംരക്ഷണത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. നമുക്ക് ദയാബായിയുടെ പച്ചവിരൽ എന്താണെന്ന് നോക്കാം. പച്ചവിരൽ എന്ന പുസ്തകത്തിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ ദയാബായിയുടെ സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ അവതരണമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള തലക്കെട്ടുകൾ പുസ്തകം മറിച്ച് നോക്കുന്നവരിൽ ജിജ്ഞാസ ഉളവാക്കി വായിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. ചെറിയ അധ്യായങ്ങൾ പ്രത്യേക കഥന വൈഭവത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ ചെപ്പിലടച്ച് വെച്ചതുപോലെ സാന്ദ്രമാക്കുന്നു. ദയാബായിയുടെ കുടുംബ പശ്ചാത്തലം, അവരിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഏതാനും ഖണ്ഡികയിൽ ഒതുക്കുന്നു. പ്രധാന പ്രമേയത്തിന് ശോഭ കൂട്ടുന്ന രീതിയിൽ വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. വനമേഖലയോട് ചേർന്ന് ഗോത്രവർഗ ജില്ലയായ ചിന്ദ്വാഡയിലെ സുർലാഗാപ്പ, തിൻസൈ, ബറൂൾ തുടങ്ങിയ ഗ്രാമങ്ങളിലെ ജീവിതങ്ങളും അനുഭവങ്ങളുമാണ് പ്രധാനമായും ദയാബായി പറയുന്നത്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട ക്രിസ്തീയ അന്വേഷണത്തിൻ്റെ പാത ഉപേക്ഷിച്ചാണ് അവർ ഗോത്രവർഗ ജീവിതം തിരഞ്ഞെടുത്തത്. ജീവിതമെന്ന സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൈവീകതയാണ് അവരുടേത്. അത് ക്രിസ്തു എന്ന ചരിത്ര സത്യത്തെ മുൻനിർത്തി ഉള്ളതാണ്. ദയാബായിയുടെ ജീവിതം, അനുഭവം എന്നീ ഭാഗങ്ങളോടൊപ്പം ആ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൈവശാസ്ത്രം എന്ന വികലനവും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് കീഴാള മണ്ണിലെത്തിയ ദയാബായിയുടെ ആത്മകഥയാണ് പച്ചവിരൽ. മെഴ്സി മാത്യുവിൽ നിന്ന് ദയാബായിയിലേക്കുള്ള ജീവിതത്തെ പച്ചവിരൽ എന്ന ഗ്രന്ഥം കൃത്യമായി രേഖപ്പെടുത്തുന്നു. പച്ചവിരലിലെ 2ാമത്തെ അധ്യായമാണ് ദരിദ്രൻ്റെ ക്രിസ്മസ്. ലോകമെമ്പാടും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സവമായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദയാബായി ക്രിസ്മസ് ദിനത്തിൽ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഒപ്പം ജീവിക്കാൻ തീരുമാനമെടുക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന ആശയം. ജീവിത അനുഭവം, അനുബന്ധം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഗ്രന്ഥത്തിലുള്ളത്. ജീവിതം എന്ന ഭാഗത്തിൽ മേ ഐ കം ഇൻ, ദരിദ്രൻ്റെ ക്രിസ്മസ്, പച്ചവിരൽ, പ്രകൃതിക്ക് കൊടുക്കുക, ചാമോരം കി ബഹൻജി, മൗനം പകർന്ന് എന്നിങ്ങനെ 6 അധ്യായങ്ങളുണ്ട്. 1ാം അധ്യായത്തിൻ്റെ പേര് മേം ഐ കം ഇൻ എന്നാണ്. നിലാവില്ലാത്ത ടോർച്ചുമായി പോകുമ്പോൾ പലപ്പോഴും വഴിതെറ്റിയതായി സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അവർ രാത്രി യാത്രകളിലെ ഒട്ടും ഭയപ്പെടാറില്ല. മനുഷ്യരെയാണ് ഭയക്കേണ്ടതെന്നതാണ് അവരുടെ അഭിപ്രായം. 1965 ഹസാരിബാഗിലെ കോൺവെൻറ്റ് ഉപേക്ഷിച്ചതിന് ശേഷം നിരവധി ദുരന്ത മുഖങ്ങളിലൂടെയാണ് അഭയാർത്ഥി ക്യാമ്പുകളിലൂടെയും അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം 1980കളിലാണ് മധ്യപ്രദേശിലെ ഗോത്രവർഗ
ജില്ലയായ ചിന്ത്വാഡയിലെത്തുന്നത്. അവിടെ ആദിവാസികളോടൊപ്പം അവർ കഴിയുന്നു. പാവപ്പെട്ട ആദിവാസികളുടെ പരാതികൾ പരിഹരിക്കാനായി അവർ ശ്രമിക്കുന്നു. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് ബ്യൂറോക്രസി ഗ്രാമജീവിതങ്ങളെ നയിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന എതിർപ്പുകൾക്ക് എല്ലാത്തിനും കാരണക്കാരി ദയാബായിയാണെന്ന് ഉദ്യോഗ വൃന്ദങ്ങൾ മനസ്സിലാക്കുന്നു. അവളാണ് ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നത്, അവളാണ് എല്ലാത്തിനും പിന്നിൽ എന്നായിരുന്നു ഉദ്യോഗസ്ഥർ. രാഷ്ട്രീയജന്മി ഗുണ്ടാ കൂട്ടുകെട്ടിൻ്റെ ഭാഷ്യം. ഭീഷണികളുടെ നിഴലിൽ ഭയപ്പെടോടുകൂടിയല്ലാതെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദയാബായി ഓർക്കുന്നുണ്ട്. ദരിദ്രൻ്റെ ക്രിസ്മസ് എന്ന രണ്ടാം അധ്യായത്തിൽ ആർഭാടപൂർണമായ ആഘോഷങ്ങളോടുള്ള തൻ്റെ വിരക്തിയാണ് ദയാബായി പറഞ്ഞിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിൽ ചെടികളോടുള്ള ദയാബായിയുടെ ഇഷ്ടത്തെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ബറൂൾ എന്ന ട്രൈബൽ ഗ്രാമത്തിലെ കൃഷിയിടത്തെക്കുറിച്ചും ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വിവിധ ഇനം കൃഷിയിടങ്ങളും കൃഷിരീതികളെയും പറ്റി ഇതിൽ സൂചനയുണ്ട്. കാടിനോട് ചേർന്ന് ചെറിയ കുന്നിൻ ചെരുവുകളും സമതലങ്ങളുമാണ് സമീപ പ്രദേശങ്ങളിലെല്ലാം കൃഷിഭൂമി. കേരളത്തിലെ പോലെ വെള്ളം നിർത്തിയുള്ള കൃഷിരീതി ഇവിടെയില്ല. പൊതുവെ തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് മണ്ണിന് സ്വാഭാവികമായ ഈർപ്പം മിക്കവാറും ഉണ്ടാകും. ഗ്രാമത്തിലെ മിക്കവാറും കർഷകർക്ക് കലപ്പയോടൊപ്പം മൂടിയില്ലാത്ത കാളവണ്ടിയുമുണ്ട്. ഗോതമ്പ് ഒരു വിൻ്റർ ക്രോപ്പാണിവിടെ. നാലാം അധ്യായത്തിൽ പ്രകൃതിക്ക് കൊടുക്കുക എന്നാണ് പേരിട്ടിരിക്കുന്നത്. കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിലെ ആദിവാസികൾക്കിടയിൽ നീർത്തട സംരക്ഷണത്തിൻ്റെ പരമ്പരാഗത രീതിയും കിണർ അവർക്കൊന്നും പുനഃപൂജനീയമാണെന്നും കുടിവെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഉറവകളെ അവർ ബഹുമാനിക്കുന്നുവെന്നും ആണ്. എന്നാൽ ഇന്ന് മഴയെയും മണ്ണിനെയും കുറിച്ചുള്ള പരമ്പരാഗത അറിവുകൾ പലതും അവർക്കിപ്പോൾ കൈമോശം വന്നുപോയി. അങ്ങനെ ഏതൊരു ഗ്രാമജീവിതത്തിൽ എന്നപോലെ മഴയെ മണ്ണിൽ നിർത്താനും മഴവെള്ളത്തെ മണ്ണിൽ കിടത്താനുമുള്ള നീർത്തട സംരക്ഷണ പാഠങ്ങൾ ചിന്ത്വാഡയിലെ ആദിമവാസികൾക്കിടയിൽ നിന്നും അന്യമായി. മണ്ണ് സംരക്ഷണത്തിൻ്റെയും ജലസംരക്ഷണത്തിൻ്റെയും പ്രകൃതി പാഠങ്ങൾ ഗോത്രവർഗ ഗ്രാമങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ പാട്ടുകളിലൂടെയും നാടകങ്ങളിലൂടെയുമുള്ള ബോധരീതികളും ദയാബായി അവലംബിച്ചിട്ടുണ്ട്. അഞ്ചാം അധ്യായത്തിൽ ചമാരോഗി ബഹൻജി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ദരിദ്രരോടുമൊപ്പം സഹവസിച്ചതിനുള്ള അവഹേളനം ദയാബായി എന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. ബോംബെയിലെ ചേരികൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിത്യചെലവിനായി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും സാൻഡ്വിച്ച് ഉണ്ടാക്കി സ്കൂളുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. കുശവന്മാരുടെ അടുത്തുപോയി മൺപാത്ര നിർമ്മാണം പഠിച്ചു ബോംബെ രൂപതയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആളുകളെ, പ്രത്യേകിച്ച് ആദിവാസികളെ സംഘടിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ ഹരിയാനയിലെ ദുരന്തഭൂമി ദയാബായിയുടെ കർമ്മഭൂമിയായി. പിന്നേക്ക ജാതിക്കാരായ ചാമർ, ഭംഗി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഇടയിലായിരുന്നു ദയാബായിയുടെ പ്രധാന പ്രവർത്തന മേഖല. അവിടെ അവർ ദയാവതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നേഴ്സിംഗ് പരിശീലിക്കുന്ന സമയത്ത് വഴിയിൽ അവശനായി ആരോരുമില്ലാതെ കിടന്നിരുന്ന ഒരു വൃദ്ധനെ പരിചരിക്കുന്ന കൃത്യം കൂടി ദയാബായി ഏറ്റെടുത്തു. ഒടുവിൽ അതും അവർക്കൊരു പരീക്ഷണഘട്ടമായി തന്നെ തീർന്നു. ആറാം അധ്യായത്തിൽ മൗനം പകർന്ന് എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത്. പെൻഷനു വേണ്ടിയല്ല സമരം ചെയ്തതെന്ന് പറഞ്ഞ് സ്വതന്ത്ര സമര പെൻഷൻ നിരസിച്ച ഉപരണി പുല്ലാട്ട് കുടുംബത്തിലെ മാത്യു എന്ന പിതാവിൻ്റെ മകളാണ് ദയാബായി. ഗാന്ധിയും ഗാന്ധിയൻ ദീദിയും അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു ദയാബായിക്ക്. തൻ്റെ കുടുംബ വീടായ പുല്ലാട്ട് തറവാട്ടിൽ നിരവധി പുലേ സ്ത്രീകളും പുരുഷന്മാരും മറ്റും പല പാവപ്പെട്ടവരും പല മതവിഭാഗങ്ങളും ആശ്രിതരായിട്ടുണ്ടായിരുന്നു. 20ഓളം പേർ സ്ഥിരമായി കൂലിപ്പണികളും കൈവേലകളും ചെയ്തിരുന്നു. ദയാബായിയും അവരോടൊപ്പം കൂടുമായിരുന്നു. പുലയോരോടൊപ്പം ഭക്ഷണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് എപ്പോഴും ദയാബായി ചിന്തിച്ചു കൊണ്ടിരുന്നു. പപ്പയെയും അമ്മയെയും കുറിച്ചുള്ള നല്ല ഓർമ്മകളും ദയാബായി പങ്കുവയ്ക്കുന്നുണ്ട്. കീഴാളവർഗത്തിൻ്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനും എല്ലാവിധ സഹായവും നൽകുന്നവരായിരുന്നു അവരിരുവരും. ഒരിക്കൽ തന്നെ കണ്ടാൽ മദാമയെ പോലെയായിരുന്നെന്നും ഇപ്പോൾ കണ്ടാൽ പുലേ സ്ത്രീയെ പോലെയാണെന്നും ഒരു ബന്ധു പറഞ്ഞപ്പോൾ ദയാബായി തനിക്ക് പ്രേരണയും കൂട്ടുമായി പപ്പ കൂടെ ഉണ്ടെന്നുള്ള ഒരു സമാധാനമുണ്ടായിരുന്നു. അനുഭവം എന്ന ഭാഗത്തുള്ള പോലീസ് മുറകൾ എന്ന അധ്യായത്തിൽ പോലീസിൻ്റെ ക്രൂരപീഡനത്തെക്കുറിച്ച് പറയുന്നു. മുൾജി കീരഷ എന്ന ഭാഗത്ത് അഴിമതിയുടെ ചാലുകളെക്കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയെക്കുറിച്ചുമൊക്കെ ദയാബായി സൂചിപ്പിച്ചിട്ടുണ്ട്. കഹാം ജാ രഹി ഹോ എന്ന അധ്യായത്തിൽ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച പോലീസുകാരനോട് കയർത്ത ദയാബായിയെ കാണാം. പുച്ഛനാ ജരൂരി ഹേ ക്യാ എന്ന് ദയാബായി തിരിച്ചു ചോദിക്കുന്നു. അയാൾ അവരുടെ നേരെ നീട്ടിത്തുപ്പുന്നു. ഭൂതം പിടിച്ച ഗ്രാമം എന്ന അധ്യായത്തിൽ സ്വയം ശാക്തീകരിക്കപ്പെടാവുന്ന നിരക്ഷരരായ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഒരു ഗോത്രവർഗ ഗ്രാമത്തെ എങ്ങനെ ഭൂതം പിടിക്കാമെന്ന്
നിശബ്ദരായി തീരുമാനമുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദയാബായി ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ ഖേദിക്കുന്നു എന്ന ഭാഗത്ത് സുപ്രീം കോടതിയിലെ സൗജന്യ നിയമസഹായ ഏജൻസിയായ സിലാസിൻ്റെ മഗസിനിൽ മധ്യപ്രദേശിലെ മൊബൈൽ കോടതിയെ സംബന്ധിച്ച് ലേഖനം എഴുതിക്കൊണ്ടാണ് ദയാബായി ആരാണെന്ന് നിയമവൃത്തങ്ങൾ അറിഞ്ഞത്. സുർജാഗാപ്പയിലെ താമസത്തിനിടയ്ക്കാണ് ആദിവാസി ഗ്രാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുറത്തു നിന്നുള്ളവരുടെ ചൂഷണമാണെന്ന് ദയാബായിക്ക് മനസ്സിലായത്. വെടിയൊച്ചകൾക്കിടയിൽ എന്ന ഭാഗത്ത് യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും ഗതാഗത സൗകര്യങ്ങൾ താറുമാറായതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നു. MP എന്ന ഭാഗത്ത് മലേറിയ എന്ന സംക്രമിക രോഗത്തെ കുറിച്ചും അതിൽ നിന്നും ജനത എങ്ങനെ മോചിതരായി എന്നും പറഞ്ഞിരിക്കുന്നു. പുലയപ്പാട്ട് എന്ന അധ്യായത്തിൽ ജീവിതയാത്രയിലെ ഒരു ഓർമ്മയാണ് ദയാബായി പങ്കുവെക്കുന്നത്. സ്ട്രീറ്റ് നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നടത്തിയിരിക്കുന്നു. ഗവൺമെൻറ് എന്ന അധ്യായത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തനിക്ക് അനുമതി കിട്ടിയതിൻ്റെ സന്തോഷം ദയാബായി പങ്കുവെക്കുന്നു. എൻ്റെ കൂട്ട് ഗോയി, സൂര്യകാന്തികളുടെ വഴിയിൽ, ജീവജലം എന്നീ അധ്യായങ്ങളിലും ഗോത്രവർഗ സംരക്ഷണത്തിനായി ദയാബായി ചെയ്ത പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു. ദൈവശാസ്ത്രം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, മതം തോൽക്കാത്ത മനുഷ്യത്വം എന്നീ 3 ഭാഗങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 2ാം അധ്യായമായ ദരിദ്രൻ്റെ ക്രിസ്മസ് എന്ന ഭാഗത്തിൽ ക്രിസ്മസ് ദരിദ്രൻ്റെ ഉത്സവമായി ദയാബായി ചിത്രീകരിക്കുന്നു. എന്താണ് ദരിദ്രൻ്റെ ക്രിസ്മസ് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യനായ ദൈവമാണ് എൻ്റെ മുന്നിലുള്ളത്. ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ അവനെ കണ്ടെത്തുന്നു. അവൻ്റെ സഹനങ്ങളെ അനീതികൾക്കിരയായവനിലേക്കും പാവപ്പെട്ടവനിലേക്കും ദുരിതം അനുഭവിക്കുന്നവനിലേക്കും എത്തുന്നു. അവൻ്റെ തിരിച്ചറിവിനെ അവൻ പിറന്നത് അവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ക്രിസ്മസ് ദരിദ്രത്തിൻ്റെ ഉത്സവമാണ് എന്ന വാചകത്തോടെയാണ് പച്ചവിരലിലെ ദരിദ്രൻ്റെ ക്രിസ്മസ് എന്ന അധ്യായം ആരംഭിക്കുന്നത്. പള്ളിമേടയിലും സെമിനാരികളിലും ക്രിസ്മസ് എന്നത് ആർഭാടപൂർണമായ ഉത്സവകാലമാണ്. സദ്യാവട്ടങ്ങളും പലതരം ഇറച്ചിക്കറികളും കേക്കുകളും ബിസ്ക്കറ്റുകളും ഒഴുകുന്ന ധാരാളിത്തത്തിൻ്റെയും പകിട്ടിൻ്റെയും ആഘോഷങ്ങളാണ് കോൺവെൻറ്റുകളിലെ ക്രിസ്മസ് കാലം. അതിനുള്ളിലെ ആർഭാടപൂർണമായ സന്യാസ ജീവിതത്തോട് ദയാബായിക്ക് വിരക്തി തോന്നി തുടങ്ങിയ അനുഭവമാണ് അവർ ഈ അധ്യായത്തിൽ പ്രധാനമായും പങ്കുവെക്കുന്നത്. ദൈവം ദുഃഖിതരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ഇടയിൽ വസിക്കുമ്പോൾ ആർഭാടങ്ങളിൽ രമിച്ചുള്ള സഭജീവിതം ദയാബായിയെ അസ്വസ്ഥമാക്കി. താൻ വായിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്നും അറിഞ്ഞ സന്യാസ ജീവിതമല്ല ദയാബായിക്ക് സഭയ്ക്കുള്ളിൽ കാണാൻ കഴിഞ്ഞത്. സ്കൂൾ കാലത്ത് വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മിഷണറിമാരെയോ പ്രേക്ഷിത വേല ചെയ്യുന്നവരെയോ കോൺവെൻറ്റുകളിലോ സെമിനാരികളിലോ അവർക്ക് കണ്ടെത്താനായില്ല. എൻ്റെ ചിന്തയിലുണ്ടായിരുന്ന മിഷണറിമാർ കാറ്റും വെയിലും കൂസാതെ ജീവിതം നയിക്കുന്നവർക്കൊപ്പം അവരുടെ ദുരിതങ്ങൾ പങ്കിട്ട് ജീവിക്കുന്നവരായിരുന്നു എന്ന് ദയാബായി എഴുതിയിരിക്കുന്നു. ബംഗ്ലാവിന് മുന്നിലെ പൂന്തോട്ടവും മേശപ്പുറത്ത് നിരന്ന വിഭവങ്ങളും ദയാബായിയെ വീർപ്പുമുട്ടിച്ചു. ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊതിച്ചോറ് വഴിയരികിലെ അന്ധന് നൽകി സ്കൂളിലെത്തിയ ദയാബായിയെ സംബന്ധിച്ച് ദൈവം ചില്ലുമേടയ്ക്കുള്ളിൽ ഇരിക്കുന്ന കേവലം ഒരു ബിംബമായിരുന്നില്ല, മറിച്ച് അവർ ദൈവത്തെ കണ്ടെത്തിയത് തെരുവിൽ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം ആയിരുന്നു. ഒരു ക്രിസ്മസ് വൈകുന്നേരം ദയാബായി സഭാജീവിതത്തിൽ നിന്ന് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി നടന്നു. ആ സന്ദർഭത്തെക്കുറിച്ച് ദയാബായി ഇപ്രകാരം ഓർക്കുന്നു. ഒരു ക്രിസ്മസ് രാവും ഭാവി ചിന്തയും. ഹസാരിബാഗ് കോൺവെൻറ്റിൻ്റെ മുറ്റത്തൊരുക്കിയ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ ബീഹാറിലെ കാട്ടുമരങ്ങൾക്കിടയിൽ നിന്ന് വന്ന ആദിവാസികളായ കുറേ മനുഷ്യർ തീർത്തും അന്യരായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഊരുകളിൽ നിന്ന് 2 ദിവസം മുന്നേ അവർ തങ്ങളുടെ ചട്ടിയും കലവും ഏന്തി വന്നിരിക്കുന്നു. ഏകദേശം 200 പേർ ക്രിസ്മസ് ദിനങ്ങളുടെ മഞ്ഞ് പെയ്യും രാവിൽ കോൺവെൻറ്റ് മുറ്റത്ത് അവർ തമ്പടിച്ചു. ഊരുകളിൽ നിന്ന് അവർ കരുതിക്കൊണ്ടുവന്ന വിഭവങ്ങൾ അവർ പാകം ചെയ്ത് പരസ്പരം പങ്കുവെച്ച് തിരുസഭയും വൈദികരും തണുത്ത് വിറയ്ക്കുന്ന ആ നിസ്വാര മനുഷ്യർക്ക് ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നു. വിശേഷം അവർ തങ്ങളുടെ ചൂടുള്ള മുറികളിലേക്ക് തിരിച്ചുപോയി. ആ രാത്രി ദയാബായിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദിവാസികളായ ആ മനുഷ്യർക്കൊപ്പം പോകാൻ ദയാബായി തയ്യാറെടുത്തു. പുലർക്കാലത്ത് അവർ മദർ സുപ്പീരിയറിൻ്റെ വാതിൽ മുട്ടി തൻ്റെ ആവശ്യം അറിയിച്ചു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഇനി പറ്റില്ല മദർ, എൻ്റെ ജീവിതം അവർക്കൊപ്പമാണ്. എന്നാൽ ദയാബായിയുടെ വാക്കുകളെ പിശാചിൻ്റെ വിളിയായാണ് സഭ കണ്ടത്. ചിട്ടയുടെയും ഭദ്രതയുടെയും കോൺവെൻറ്റ് ഭിത്തികൾ അകത്തെ പിശാചിൻ്റെ പ്രലോഭനങ്ങളാണെന്ന് സഭ അതിനെ വിലയിരുത്തി. കേവലം 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ദൈവവിളി ഉപേക്ഷിച്ച് പോകുന്നത് സഭയ്ക്ക് അംഗീകരിക്കാനായില്ല. അവർ പോകാൻ അനുവദിച്ചെങ്കിലും പഠനം പൂർത്തിയാവുമ്പോഴുള്ള പ്രതിജ്ഞ താൻ എടുക്കില്ലെന്ന് ദയാബായി തീരുമാനിച്ചു. മേലധികാരികൾ ദയാബായിക്ക് വീട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൊടുക്കാമെന്ന്, മെഡിസിന് പഠിക്കാൻ പോകുന്നതാണ് നല്ലതെന്ന് നിശ്ചയിച്ചെങ്കിലും ദയാബായി അതിനൊന്നും ഒരുക്കമായിരുന്നില്ല. അവസാനം അവർ ബീഹാറിലെ ഗോത്രവർഗ മേഖലയായ ഡൽട്ടൻഗഞ്ച് ജില്ലയിലുള്ള ഒരു സ്കൂളിലേക്ക് ടീച്ചറായി ജോലി ചെയ്യുന്നതിന് ദയാബായിയെ വിട്ടു.
അവിടെ വെച്ച് ദയാബായി അതുവരെയുള്ള തൻ്റെ സന്യാസ ജീവിതത്തിൽ നിന്ന് പുതിയൊരു തലത്തിലേക്ക് കടന്നു. ഗോത്രവർഗ്ഗക്കാരിൽ ഒരാളായി മാറുന്നതിനായി കീഴാള ജീവിത ശൈലിയിലെ സ്വയം സ്വീകരിച്ചു. കോസ്മെറ്റിക് സോപ്പും ടൂത്ത് പേസ്റ്റ് ഉപേക്ഷിക്കുകയും കരിയും ഉപ്പും വാങ്ങി പല്ല് തേക്കാൻ തുടങ്ങുകയും ചെയ്തു. ഗോത്രവർഗ്ഗക്കാരുടെ ദാത്തൂൻ ഉപയോഗിക്കാൻ ശീലിച്ചു. അത്തരത്തിൽ ഗോത്ര ജീവിതത്തോട് ചേർന്ന് കൊന്നുകൊണ്ട് ദയാബായി തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവർ നൽകുന്ന ക്രിസ്മസ് സന്ദേശം. ക്രിസ്മസ് ദിനത്തെക്കുറിച്ച് ദയാബായി ഇപ്രകാരം എഴുതുന്നു: ദൈവത്വം മനുഷ്യത്വത്തിൽ വിലയം ചെയ്യുന്നതാണ്. ക്രിസ്മസ് അവൻ ഏറ്റവും താഴെയുള്ളവരുടെ അടുക്കൽ വന്നാണ് ജീവിച്ചത്. അത് ഒരിക്കലും സെലിബ്രേഷൻ ആയിരുന്നില്ല. ക്രിസ്മസിൻ്റെ ആത്മാവ് മറ്റൊന്നാണ്. അത് 4 തരം ഇറച്ചിയും കേക്കുമല്ല. കിഴക്കൻ യൂറോപ്പുകാരുണ്ടാക്കിയ തിരുത്തല്ല. ദരിദ്രൻ്റെയും പാവങ്ങളുടെയും കൂടെ ചേരുന്ന തിരിച്ചറിവാണ് എന്ന് ദയാബായി ക്രിസ്മസിനെ നിർവചിക്കുന്നു. അവൻ ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ വന്നത് അവരിൽ ഒരാളായി തീരുകയായിരുന്നു. അവരുടെ ജീവിതവും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടവും അവരായിത്തീർന്നു. അങ്ങനെ അവൻ്റെ പിറവി തന്നെ നിലവിലുള്ള ആധിപത്യങ്ങൾക്കെതിരായിരുന്നു. ശേഷജീവിതം പ്രതിരോധത്തിൻ്റെ സുവിശേഷമായിരുന്നു. പുരോഹിതരും പ്രേക്ഷിത വേല ചെയ്യുന്നവരും മറ്റൊരു വർഗമായി തീരുന്ന ലോകത്ത് അവനെ കണ്ടെത്തുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് സമ്പത്തിൻ്റെ മണിമേടയിൽ നിന്ന് ദരിദ്രൻ്റെ തുറസിലേക്ക് അങ്ങനെയാണ് ക്രിസ്മസ് ദരിദ്രൻ്റെ ക്രിസ്മസ് ആയി തീരുന്നത്. ഓരോ ക്രിസ്മസിലും ദരിദ്രരുടെയും പീഡിതരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും ഇടം തേടി പോയിട്ടുണ്ട് എന്ന് ദയാബായി തൻ്റെ ക്രിസ്മസ് ഓർമ്മയിലെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി കണ്ടെത്തുകയാണ്. ക്രിസ്മസ് നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ലോക നന്മയ്ക്കായി പിറന്ന യേശുദേവൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ യേശുവിൻ്റെ സന്ദേശങ്ങളെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ബോധങ്ങളെയും മാനിക്കാതെയുള്ള വാഴ്ത്തിപ്പാട്ടുകൾ മാത്രമായി സഭാജീവിതം ചുരുക്കപ്പെടുമ്പോൾ പ്രാർത്ഥനകൾക്കപ്പുറം നിൽക്കുന്ന പ്രവൃത്തികളിലൂടെ ക്രിസ്മസിൻ്റെ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിൽ കാട്ടിത്തരുകയാണ് ദയാബായി. മട്ടുപ്പാവിലെ സന്യാസ ജീവിതം അവരെ പ്രലോഭിപ്പിച്ചില്ല. ദുരിതപൂർണമായ ലോകത്തിന് ആശ്വാസം പകരുന്നതിൽ നിന്നാണ് ദയാബായി ദൈവത്തെ കണ്ടെത്തുന്നത്. സമ്പത്തിൻ്റെ മണിമേടയിൽ നിന്ന് ദരിദ്രത്തിൻ്റെ തുറസിലേക്ക് ഇറങ്ങി വന്ന അനുഭവമാണ് ദയാബായി വിവരിക്കുന്നത്. പ്രമേയത്തെ അർത്ഥപൂർണമാക്കുന്ന പേരാണ് അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗം ദയാബായിയുടെ ആദർശങ്ങളെയും പ്രവർത്തന മേഖലകളെയും സാധൂകരിക്കുന്നു. പ്രവർത്തനങ്ങൾ. അനുഭവം എഴുതുക എന്നാൽ അത് കേവലം വ്യക്തിപരമായ കാര്യങ്ങളുടെ വിവരണമല്ലെന്ന് വ്യക്തികൾ അവരുടെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുന്ന ചരിത്രമാണ് അനുഭവരചനകളെന്നും സാഹിത്യമേഖല തിരിച്ചറിയുന്നുണ്ട്. ഓരോ വ്യക്തിയും ഓരോ ചരിത്രഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ്. ചരിത്രത്തിന് രേഖീയമായ മുഖമില്ലെന്ന് അനുഭവ വ്യാഖ്യാനങ്ങൾ വെളിയിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധം നടന്ന ചരിത്ര സന്ദർഭത്തെ ദയാബായി സ്വന്തം അനുഭവത്തിലൂടെ വീണ്ടെടുക്കുകയാണ്. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഡൽഹിയിലെ ഒരു ട്രെയിൻ യാത്രാനുഭവമാണ് ദയാബായി രചിക്കുന്നത്. സിഖുകാരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന കലാപത്തിൻ്റെ മുഖം നമുക്ക് ദയാബായിയുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നു. കലാപത്തിന് ശേഷമുള്ള ദുരിത ജീവിതത്തെ ദയാബായി തൻ്റെ ഓർമ്മകളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദയാബായി 1984 ഡൽഹിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസോഴ്സ് പേഴ്സൺ ജോലി ചെയ്യുമ്പോഴാണ് ഭോപ്പാൽ വാതക ദുരന്തവും ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും നടക്കുന്നു. 1984 ആ ചരിത്ര സന്ദർഭത്തെ ദയാബായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നാഗ്പൂരിൽ നിന്ന് ഭോപ്പാലിലേക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് യാത്രയിലായിരുന്നു. വഴിക്ക് വെച്ച് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വിവരം കിട്ടി. ട്രെയിൻ സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ ജനാലകളിലെല്ലാം അടച്ചിട്ടാണ് അവിടെ വരെ എത്തിയത്. തീക്കുന്തവും മണ്ണെണ്ണ ഡബവുമായി കൊയ് സർദാർജി ഹേ എന്ന് ചോദിച്ചുകൊണ്ട് കലാപകാരികൾ ഇരുമ്പ് വടികളുമായി കയറിയിറങ്ങുകയായിരുന്നു. ചില കമ്പാർട്ട്മെൻറ്റുകളിൽ സഹയാത്രികരെ ടോയ്ലറ്റുകളിൽ കയറ്റി വാതിലടച്ചാണ് രക്ഷപ്പെടുത്തിയത്. എന്നിട്ടും എത്രയോ സിഖുകാരെയാണ് വെട്ടിയും തീയിട്ടും കൊന്നത്. ഡൽഹിയിൽ അന്ന് ഭീതിയുടെയും മരണത്തിൻ്റെയും തീയും പുകയുമായിരുന്നു. കലാപത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്തും അഡ്ഹോക് ഗ്രൂപ്പുകളുടെ കൂടെ പങ്കുചേർന്നും പ്രവർത്തിച്ചു. പെണ്ണുങ്ങൾ ആരും തന്നെയല്ലായിരുന്നു ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ. ആരും ഇറങ്ങാൻ ധൈര്യപ്പെടാതിരുന്നപ്പോൾ നടക്കാനിറങ്ങി എത്രമാത്രം ഡെഡ് ബോഡികളാണ് കാണേണ്ടി വന്നത്. സിഖുകാരുടെ എത്രയോ വീടുകളും കടകളും കത്തി നശിച്ചു. ഒരു വീട്ടിൽ ഒന്നിച്ച് ഒളിച്ചിരുന്ന 2 വീടുകളിലെ ആളുകൾക്ക് മുകളിലാണ് ബോംബ് എറിയപ്പെട്ടത്. ഓരോ പുനരധിവാസ മേഖലകളിലും ആരുടെയും ലേബലും വേഷവുമില്ലാതെ ഇരകളുടെയും കുറ്റവാളികളുടെയും ഇടയിലൂടെ മനുഷ്യത്വത്തിൻ്റെ മാത്രം യൂണിഫോം അണിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കലാപഭൂമിയിൽ ദയാബായി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അവർ സംഗ്രഹിക്കുന്നത്. കലാപങ്ങൾ എത്രമാത്രം മനുഷ്യത്വരഹിതമാണെന്നും ദയാബായിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഏതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ ചിഹ്നങ്ങൾ ആവശ്യമില്ലെന്നും മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് വേണ്ടതെന്നും
ദയാബായി അവരുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. അവിടെ നിന്നാണ് ഭോപ്പാലിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് തിരിച്ചത്. ഒരു 14 അംഗം ഡോക്ടേഴ്സ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പം കൂടി ദുരന്തത്തിൽപ്പെട്ടവരെ മെഡിക്കൽ പരിശോധന നടത്തുന്നതിനും എക്സ്റേ എടുക്കുന്നതിനും മറ്റും സഹായിച്ചു. നഴ്സിംഗ് പഠിച്ചത് അന്ന് വളരെ ഗുണപ്പെട്ടു. തപൻ ബോസ്, സുഹാസിനി എന്നിവർ ചേർന്ന ഒരു ഡോക്യുമെൻ്ററി ടീമും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വിഷവാതകം ശ്വസിച്ച് വീർപ്പുമുട്ടി ഓടുന്നതിനിടയിൽ പലരും വീഴുകയായിരുന്നു. ബോധം നശിച്ച് വീണുപോയ പലരും മരിച്ചു എന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ടു. ഡെഡ് ബോഡികൾ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്നതിനിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അവരുടെ ശരീരം കുറേയേറെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ബോധമില്ലാതെ കിടക്കുന്നവർക്ക് എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ ജീവനുണ്ടെന്ന് പറയാനാവില്ലല്ലോ. ഹോഷാങ്കാബാദിൽ വീണ് കിടന്ന പലരെയും പുഴയിൽ തള്ളിയിട്ട് കട്ടി കൂടിയ വിഷവാതകം മുകളിലേക്ക് പോകാത്തത് കൊണ്ട് ടെറസിന് മുകളിൽ കയറിയിരുന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ഭോപ്പാലിലേക്ക് വന്ന വണ്ടികളെല്ലാം വഴി തിരിച്ചുവിട്ടു. സ്റ്റേഷനിൽ കിടന്ന വണ്ടികൾ 4 പാടും വിടുകയും ചെയ്ത ശേഷം അദ്ദേഹം അവിടെ തന്നെ മരിച്ചു വീണു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണ് ദുരന്തത്തിൻ്റെ ഭീകരതയെയും അപകടത്തെയും കുറച്ചു വരുന്നതിന് സഹായിച്ച സ്റ്റേഷൻ മാസ്റ്ററുടെ മഹനീയമായ ഈ നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ദൈവകാരുണ്യത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും പ്രതിഫലം ലാഭേച്ഛയില്ലാതെ പരിചരണ കർമ്മങ്ങളുടെയും മഹത്വവും ഭൗതിക സുഖങ്ങളുടെ മായയും എന്തെന്ന് മനസ്സിലാക്കിയ ഒരു സദ്യയുടെ മനോബലമാണ് ഈ അധ്യായത്തിൽ വെളിപ്പെടുന്നത്. ഇച്ഛാശക്തിയുടെയും നിശ്ചാദാർഢ്യത്തിൻ്റെയും തീച്ചുളയിൽ ഒരു മനുഷ്യൻ എല്ലാ ദൗർബല്യങ്ങളും വെന്തുരുകി പോകുമെന്നും കരുത്തുറ്റ ഒരു മനുഷ്യസ്നേഹിയായി ആർക്കും സമാധാനത്തോടെ ജീവിക്കാമെന്നുമാണ് ദയാബായിയുടെ ജീവിതം നൽകുന്ന സന്ദേശം. റീക്യാപ്പ് ഒന്ന് നോക്കാം. ദയാബായിയുടെ ആത്മകഥയിൽ ആവിഷ്കരിക്കുന്ന ജീവിതം സത്യസന്ധമായിരിക്കണം എന്ന്, പിന്നെ സ്വത്യനിർമ്മിതിയും അനുഭവ വ്യാഖ്യാനവും ഉണ്ടായിരിക്കണം, അനുഭവാഖ്യാനങ്ങളും ഉണ്ടായിരിക്കണം. വ്യക്തികൾ അവരുടെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുന്ന ചരിത്രമാണ് അനുഭവ രചന. മലയാളിയായ സാമൂഹ്യ പ്രവർത്തകയാണ് ദയാബായി. സഭ വിട്ടിറങ്ങിയ ദയാബായിയുടെ ജീവിതം ഓരോ വ്യക്തിയും ഓരോ ചരിത്രഘട്ടത്തിൻ്റെ പ്രതിനിധിയാണെന്നും ദുരിതപൂർണമായ ലോകത്തിൽ ആശ്വാസം പകരുന്നതിൽ നിന്നാണ് ദയാബായി ദൈവത്തെ കണ്ടെത്തുന്നതെന്നും ആർഭാടങ്ങളിൽ രമിച്ചുള്ള സ്വഭാവ ജീവിതം ദയാബായിയെ അസ്വസ്ഥയാക്കിയെന്നും സഹനം, സ്നേഹം, ത്യാഗം എന്നിവ ചേർന്ന ജീവിതം ദൈവത്വം മനുഷ്യത്വത്തിൽ നിലയം ചെയ്യുന്നതുമെന്നും ആണ് ക്രിസ്മസ് എന്നും അവർ പറയുന്നു. ദരിദ്രൻ്റെ ക്രിസ്മസ് ദയാബായിയുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം മനസ്സിലാക്കുന്ന ദയാബായി ഹസാരിബാഗ് കോൺവെൻറ്റിലെ ക്രിസ്മസ് രാത്രി ബീഹാറിലെ ആദിവാസികൾക്കൊപ്പം പോകാൻ തീരുമാനമെടുക്കുകയാണ്. ഗോത്രമേഖലയായ ഡെൽറ്റാൻ ഗഞ്ചിൽ എത്തുന്നു. ഗോത്രവർഗ്ഗക്കാർക്കൊപ്പമുള്ള ജീവിതം ആരംഭിക്കുന്നു. 1984 ഡൽഹിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസോഴ്സ് പേഴ്സണായി ജോലി ചെയ്യുമ്പോൾ ഭോപ്പാൽ ദുരന്തവും ഇന്ദിരാഗാന്ധിയുടെ വധവും ഒരു വ്യക്തിയുടെ ഓർമ്മകൾക്ക് ചരിത്രത്തിൽ വലിയ ഇടമുണ്ടെന്ന് അവർ കാണിച്ചു തരുന്നു ഈ കൃതിയിലൂടെ. ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പച്ചവിരൽ ആരുടെ ആത്മകഥയാണ്? ദയാബായിയുടെ. കേരളത്തിൽ എവിടെയാണ് ദയാബായി ജനിച്ചത്? പാലയിലെ പൂവരണിയിൽ. മനുഷ്യനായ ദൈവമാണ് എൻ്റെ മുന്നിലുള്ളത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അവനെ കണ്ടെത്തുന്നു. ആരുടെ ആത്മകഥയിലാണ് ഇത്തരം ഒരു വാചകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദയാബായിയുടെ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ധാരാളിത്തത്തിൻ്റെയും പകിട്ടിൻ്റെയും ആഘോഷങ്ങളിൽ രമിക്കുന്ന ക്രിസ്മസ് എനിക്ക് സ്വയം നഷ്ടപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞതാരാണ്? ദയാബായിയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗ്ലാവിന് മുന്നിലെ പൂന്തോട്ടവും മേശപ്പുറത്ത് വിരുന്ന വിഭവങ്ങളും എന്നെ വീർപ്പുമുട്ടിച്ചു എന്ന് പറഞ്ഞതാരാണ്? അതും ദയാബായിയാണ്. സ്കൂൾ പഠനകാലത്ത് വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ കണ്ടെത്തിയ മിഷനറിമാരെയോ പ്രേക്ഷിത വേല ചെയ്യുന്നവരെയോ ദയാബായിക്ക് കണ്ടെത്താനാകാത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സെമിനാരിയിലും കോൺവെൻറ്റിലുമായിരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ദയാബായി ആർക്കാണ് നൽകിയത്? വഴിയരികിലെ അന്ധനാണ് നൽകിയത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ദയാബായിയെ സഭ ബീഹാറിലെ ഏത് ജില്ലയിലേക്കാണ് അയച്ചത്? എന്താണ്? ഡാൽട്ടൻ ഗഞ്ചിലെ എന്ന് പറയുന്ന ജില്ലയിലേക്കാണ് അയച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡൽട്ടൻഗഞ്ച് ജില്ലയിലെ സ്കൂളിൽ ഏത് ജോലിയാണ് ദയാബായിക്ക് നൽകിയിരുന്നത്? സ്കൂൾ ടീച്ചർ ജോലിയായിരുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. പച്ചവിരൽ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയ ആരാണ്? വിൽസൺ ഐസക്.